കേരള തനിമയും തമിഴ്നാട് ശൈലിയും ഒന്നിക്കുന്ന ക്ഷേത്രവിസ്മയം. അതാണ് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിൽ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഒരു ശ്രീകോവിലിൽ ശിവനും വിഷ്ണുവും കുടികൊള്ളുന്നതുമായ ചരിത്ര പ്രസിദ്ധമായ ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിന്റെ പ്രത്യേകത. നിലവിൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലാണോ ഇത്തരത്തിലൊരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ അത്ഭുതപ്പെടും. അത്രയും അതിമനോഹരമായിട്ടാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 2016 സെപ്റ്റംബറിലാണ് ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മാതാ അമൃതാനന്ദമയുടെ പ്രഥമ ശിഷ്യനായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സാന്നിധ്യത്തിൽ അന്നത്തെ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ശൂലപാണി തന്ത്രികൾ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ ആരംഭിച്ചത്. വേഴപ്പറമ്പിൽ ചിത്രഭാനു നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന്റെ സ്ഥപതിയായും ഗണേശനാചാരി ശില്പിയുമായി ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അങ്ങനെ ആരംഭിക്കുന്നു. കേരള തനിമയും തമിഴ്നാട് ശൈലിയും ഒന്നിക്കുന്ന തരത്തിൽ പൂർണ്ണമായും കൃഷ്ണശിലയിലായിരിക്കണം ക്ഷേത്ര നിർമ്മിതി എന്നതായിരുന്നു അരയ വംശപരിപാലന യോഗത്തിന്റെ പ്രധാന തീരുമാനം. തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് ക്ഷേത്രത്തിന്റെ പാതുക ശിലാസ്ഥാപനം നടത്തിയത്. അതിനെ തുടർന്ന് ക്ഷേത്ര നിർമ്മാണം വളരെ വേഗത്തിൽ പുരോഗമിച്ചെങ്കിലും കോവിഡ് മഹാമാരി ക്ഷേത്ര നിർമ്മാണത്തെ സാരമായി തന്നെ ബാധിച്ചു. പിന്നീട് കോവിഡ് മഹാമാരി കെട്ടടങ്ങിയതിനു ശേഷം ക്ഷേത്രത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കുകയും ചെയ്തു. തമിഴ്നാട്ടിലെ മഹാബലിപുരം, തഞ്ചാവൂർ, തെങ്കാശി, മയിലാടി തുടങ്ങിയ ശില്പനഗരങ്ങളിൽ നിന്നും 100ഓളം ശില്പികളെ അണിനിരത്തി 7 വർഷം കൊണ്ടാണ് ക്ഷേത്രത്തിന്റെ പണി ഈ നിലയിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത്. ചുറ്റമ്പലത്തിന്റെ 15ഓളം വരുന്ന തൂണുകൾ ശില്പ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചകളാകുന്നു. ചുറ്റമ്പലത്തിന്റെ 4 വശങ്ങളിലായി അതിശയിപ്പിക്കുന്ന ശില്പചാരുതയിൽ ഒതുക്കിയിരിക്കുന്ന 50ഓളം ശില്പങ്ങളാണ് ക്ഷേത്രത്തിന്റെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. മുൻവശങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ 12 ശിവക്ഷേത്രങ്ങളിലെ ജ്യോതിർലിംഗങ്ങളും, തെക്കുവശത്ത് ക്ഷേത്ര ഐതിഹ്യവും, വടക്ക് വശത്ത് ആലപ്പാട് ജനതയുടെ പരിസം വെപ്പ് ചരിത്രവും, പടിഞ്ഞാറ് വശത്ത് ദശാവതാരങ്ങളും ശില്പകലയുടെ വിസ്മയമായി നിലകൊള്ളുന്നു. ക്ഷേത്രത്തെ കൂടാതെ തന്നെ ഉപദേവാലയങ്ങളും നവഗ്രഹ ക്ഷേത്രവും പൂർണ്ണമായും കൃഷ്ണശിലയിൽ തന്നെയാണ് മനോഹരമായി പൂർത്തീകരിച്ചിരിക്കുന്നത്. ഉപദേവാലയങ്ങളിൽ ചിത്രഗുപ്തനും യോഗീശ്വരനും ശിവപാർവതിയും ഗണപതിയും നവഗ്രഹ ക്ഷേത്രവും ഉൾപ്പെടുന്നു. ചിത്രഗുപ്തന്റെ ഉപദേവാലയമുള്ള കേരളത്തിലെ 2 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ചെറിയഴീക്കൽ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം. ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതിന് പിന്നിലും അതിന്റെ വളർച്ചയ്ക്ക് പിന്നിലും കൃത്യമായ ഒരു ഐതിഹ്യമുണ്ട്. ചെറിയഴീക്കൽ സ്വദേശിയായ ഒരു ശിവഭക്തൻ, അദ്ദേഹം മത്സ്യബന്ധനം കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രാമധ്യേ കാശിയിലേക്ക് തീർത്ഥയാത്ര പോകുന്ന ഒരു കൂട്ടം സന്യാസി വര്യന്മാരെ കണ്ടുമുട്ടുകയും കാശിയിലേക്ക് പോകുവാൻ അതിയായ മോഹമുണ്ടായിരുന്നുവെന്ന് സന്യാസി വര്യന്മാരോട് പറയുകയും ചെയ്യുന്നു. പിന്നീട് ഈ പറയുന്ന സന്യാസി വര്യന്മാരോടൊപ്പം ഇദ്ദേഹം കാശിയിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്യുന്നു. കാശിയിലേക്കുള്ള യാത്രാമധ്യേ നിരവധി പുണ്യക്ഷേത്രങ്ങൾ സന്ദർശിച്ചു പ്രാർത്ഥനാനിരതനായ ഇദ്ദേഹം ജീവിത സാഫല്യം എന്ന വണ്ണം കാശിയിലെത്തുകയും ശ്രീ മഹാദേവ പ്രാർത്ഥനകളിലും പൂജകളിലും മുഴുകുകയും ചെയ്യുന്നു. പുണ്യനദിയായ ഗംഗയിൽ സ്നാനം ചെയ്യവേ തേജസാർന്ന ഒരു ശിവലിംഗം ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ആ ഒരു ശിവലിംഗവുമായി കാൽനടയായി ദുർഘടമായിട്ടുള്ള പാതകൾ താണ്ടിക്കൊണ്ട് സ്വദേശത്തേക്ക് തിരിച്ചു വരികയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. സ്വന്തം നാട്ടിലെത്തിയ ഇദ്ദേഹം തനിക്ക് ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹത്തെക്കുറിച്ചും കാശിയിൽ നിന്ന് ലഭിച്ച ശിവലിംഗത്തെക്കുറിച്ചും വർണ്ണിക്കുകയും ശിവലിംഗം ചെറിയഴീക്കൽ ദേശത്ത് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥന തുടങ്ങുകയും ചെയ്യുന്നു. കാശി വിശ്വനാഥന്റെ ചൈതന്യത്തിൽ ആകൃഷ്ടരായ ജനങ്ങൾ അവിടെ പിന്നീട് കുരുത്തോല പന്തൽ കെട്ടി പ്രാർത്ഥനയിൽ മുഴുകുകയും ചെയ്യുന്നു. ഇതിനുശേഷം ദേശവാസികൾക്ക് കാശി വിശ്വനാഥന്റെ അനുഗ്രഹവും സാമീപ്യവും ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഈ ശിവലിംഗം ലഭിച്ച ഇദ്ദേഹം കാശിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. ചെറിയഴീക്കൽ ഇത്തരത്തിലൊരു കാശി വിശ്വനാഥന്റെ വിഗ്രഹം എത്തിച്ച വ്യക്തി പിന്നീട് കാശിയിലേക്ക് മടങ്ങിപ്പോയെങ്കിലും ഈ നാട്ടുകാർക്ക് അദ്ദേഹം കാശി അപ്പൂപ്പനായി തന്നെ തുടരുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ യോഗീശ്വരനായി ആരാധിക്കുന്നത് ഇതേ കാശി അപ്പൂപ്പനെ തന്നെയാണ്. കാരണം അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിന്റെ രൂപീകരണത്തിന് കാരണക്കാരനായത്. കാശി അപ്പൂപ്പൻ കാശിയിലേക്ക് മടങ്ങിയതിനു ശേഷം പ്രദേശവാസികൾ ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും കാലങ്ങൾക്ക് ശേഷം 1853 മുതൽ ചെറിയഴീക്കൽ മഹാശിവരാത്രി ആഘോഷിച്ചു പോരുകയും ചെയ്യുന്നു. 2024 ഫെബ്രുവരി 18 ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ നടത്തിയത്. ക്ഷേത്രം നാടിനായി സമർപ്പിച്ചത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വാരണാസി ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ മഹന്ത് പണ്ഡിറ്റ് ശ്രീകാന്ത് മിശ്ര ആയിരുന്നു. ക്ഷേത്രത്തിന്റെ 1ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. 2ാം ഘട്ടത്തിൽ ആനക്കൊട്ടിലും ഗോപുരവും എല്ലാം ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിന് സുവർണ ശോഭ നൽകി 6.5 കിലോ തങ്കത്തിൽ നിർമ്മിച്ച തങ്ക കൊടിമരവും നിലകൊള്ളുന്നു.
ഈ തങ്കക്കൊടിമരത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ശബരിമലയിലെ കൊടിമരം നിർമ്മിച്ച അനന്തനാചാരിയും സംഘവുമായിരുന്നു. ക്ഷേത്രത്തിന്റെ സമീപം വളരെ പ്രസിദ്ധമായ വടക്കേനട ശ്രീ ഭഗവതി ക്ഷേത്രവും നിലകൊള്ളുന്നു.